നേപ്പിൾസിലെ വിശുദ്ധ ജാനുവരിയൂസിന്റെ രക്തശേഷിപ്പുകൾക്ക് വീണ്ടും ദ്രാവക രൂപത്തിലേക്ക് പരിണാമം സംഭവിച്ചു. മെയ് 2 പ്രാദേശിക സമയം വൈകിട്ട് 5:18 നടന്ന സംഭവം നേപ്പിൾസ് അതിരൂപത തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ഥിരീകരിച്ചു. ഇറ്റലിയിലെ നേപ്പിൾസ് കത്തീഡ്രലിൽ വണക്കത്തിലുള്ള വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരുശേഷിപ്പുകളിൽ പ്രതിവർഷം നിശ്ചിത ദിവസങ്ങളിൽ സംഭവിക്കാറുള്ള അത്ഭുത പരിണാമമാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. മെയ് 2 പ്രാദേശിക സമയം വൈകിട്ട് 5:18 നടന്ന തിരുശേഷിപ്പിലെ അത്ഭുത പരിണാമം നേപ്പിൾസ് അതിരൂപത സ്ഥിരീകരിക്കുകയും ചെയ്തു. വിശുദ്ധ ജാനുവരിയൂസിന്റെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുന്ന സെപ്റ്റംബർ 19 നേപ്പിൾസിന്റെ മധ്യസ്ഥനായി വിശുദ്ധനെ പ്രഖ്യാപിച്ചതിന്റെ തിരുനാൾ ദിനമായ ഡിസംബർ 16, അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഒരുമിപ്പിച്ചതിന്റെ അനുസ്മരണാർത്ഥം മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള ശനിയാഴ്ച എന്നിങ്ങനെ വർഷത്തിൽ 3 സന്ദർഭങ്ങളിലാണ് വിശുദ്ധന്റെ രക്തത്തിരുശേഷിപ്പിൽ അത്ഭുത പരിണാമം സാധാരണയായി സംഭവിക്കാറുള്ളത്. തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന പേടകത്തിൽ കട്ടപിടിച്ച രൂപത്തിലുള്ള രക്തം ശനിയാഴ്ച ദ്രാവക രൂപത്തിലേക്ക് പരിണമിക്കുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായി ജാനുവരിയൂസിന്റെ ബഹുമാനാർത്ഥമുള്ള പ്രാർത്ഥനയുടെ 2ാം ദിനമായ മെയ് 2 ഞായറാഴ്ച വൈകിട്ട് 5:18 ദ്രാവക രൂപത്തിലേക്ക് പരിണമിക്കുകയായിരുന്നു. 2015 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനവേളയിൽ പാപ്പയുടെ കൺമുൻപിൽ വെച്ച് തിരുശേഷിപ്പ് ഭാഗികമായി ദ്രാവക രൂപത്തിലേക്ക് മാറിയിരുന്നു. 3ാം നൂറ്റാണ്ടിൽ ബെനവിന്റോയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ ജാനുവരിയൂസ് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കുകയും ബിഷപ്പിനോടുള്ള ആദരാർത്ഥം യൂസേബിയ എന്ന സ്ത്രീ അദ്ദേഹത്തിന്റെ രക്തം സൂക്ഷിച്ചു വെക്കുകയുമായിരുന്നു. 3ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തെ പ്രതി ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവരിയൂസിന്റെ രക്തത്തിൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിഷേധ്യമായ അത്ഭുത പരിണാമം വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾക്ക് വിധേയരാകുന്ന ആഗോള ക്രൈസ്തവർക്ക് മുഴുവൻ സ്വർഗം രക്തസാക്ഷികൾക്ക് നൽകുന്ന മഹത്വത്തിന്റെ അടയാളമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.